ഹായ്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്ന് വന്നിരിക്കുന്നത് കറ്റാണത്തുനിന്ന് വന്നിരിക്കുന്നതാണ് മേഡം. പക്ഷേ കരുനാഗപ്പള്ളിയിലുള്ള വർക്ക് ചെയ്ത കരുനാഗപ്പള്ളി സ്റ്റാർ ഹെൽത്തിന്റെ സീനിയർ സെയിൽസ് മാനേജറാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടാണോ? വീഡിയോ കണ്ടിട്ട് വന്നതാണ്. ചെടികൾ നമ്മളെ എങ്ങനെയുണ്ട്? ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് തന്നെ ഇവിടെ വന്നത്. ഇപ്പം വേറെ ഓർക്കിഡൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ വീട്ടിൽ? വേറെ എനിക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഓർക്കിഡിന്റെ. ഓർക്കിഡ് മാത്രമാണ് ചെയ്യുന്നത്? ഓർക്കിഡ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഓർക്കിഡിന്റെ ഇത്രയും കളക്ഷൻസ് ഉള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഒത്തിരി പോകുന്നതാണ്, പക്ഷെ ഇത്രയും കളക്ഷൻസ് ഉള്ളൊരു സ്ഥലം ഇതുവരെയും കണ്ടിട്ടില്ല. അതുപോലെ ഈ ഓർക്കിഡ് മാത്രം ഇഷ്ടപ്പെടാനൊരു കാരണം കാണുമല്ലോ, അതെന്താ? ഓർക്കിഡ് ഫ്ലവേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരു 3 months 4 months അത് ആ ഫ്ലവറി അതുപോലെ തന്നെ നിൽക്കും. നമുക്ക് വേറെ ഇതൊന്നുമില്ല അതിനകത്ത്. ഈ ജോലിക്ക് പോകുന്നവർക്ക് വെക്കാൻ പറ്റിയ ഒരു ജോലിക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇത്. നമുക്ക് ഒരു ഇതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തായാലും തീർച്ചയായിട്ടും അതിന് സമയം കണ്ടെത്തും. നൈറ്റിലായാലും വന്ന് നമ്മൾ അതിനെയൊക്കെ ഒന്ന് നോക്കി ഫ്ലവറിലെല്ലാം നോക്കി രസമാണ്. നമ്മുടെ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഉടനെ ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞായറാഴ്ചയൊക്കെ ഒരു ദിവസം നമ്മൾ ഈ ചെടികളെല്ലാം കണ്ട് ഫ്ലവറി ആയിട്ടൊക്കെ എല്ലാ ചെടികളും നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിന് വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെ ഏത് ദിവസങ്ങളിലാണ് കൊടുക്കുന്നത്? വളം 2 weeks കൂടി ഇരിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. 2 weeks കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടോ? നല്ല ഫ്ലവേഴ്സും നല്ല കളക്ഷൻസും ഉണ്ട്. ഫെലനോപ്സിസിന്റെ കെയറിംഗ് ഒക്കെ നന്നായിട്ട് അറിയാവോ? ചെയ്തിട്ടുണ്ടോ നേരത്തെ? അത് ഫെലനോപ്സിസ് അത്ര ഇതായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫെലനോപ്സിസ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം അതായത് നമ്മുടെ ചെടിയുടെ ഈ ഒരു മോസിനകത്താണ്, ഇപ്പൊ തായ്ലൻഡ് വെറൈറ്റി മിക്കവാറും വരുന്നതല്ല, ഈ മോസിനകത്താണ് ഈ ചെടികൾ വരുന്നത്. അപ്പൊ നമ്മളിതാ ഈ മോസ് കാണുന്ന മോസ് നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്ത് കളയണം. ഈ മോസ് ഒരു ശാലം പോലും ഇതിനകത്ത് വെക്കരുത്. ഫുള്ള് മോസ് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കരിക്കട്ടയ്ക്കകത്ത് ആണ് നമ്മൾ പോട്ട് ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് സാഫിനകത്ത് വേരൊന്ന് ഒലച്ച് കഴുകിയിട്ട് നമ്മൾ കരിക്കട്ട 4 വശം കരിക്കട്ട ഇട്ടിട്ട് ജസ്റ്റ് ചരിച്ച് ഈ പ്ലാന്റൊന്ന് വെച്ചിട്ട് ഹാങ് ചെയ്യുക, അല്ലെങ്കിൽ തറയിൽ നമുക്ക് വെക്കാം. ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന കൂട്ട് നമുക്ക് വെക്കാം. മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വെക്കത്തില്ല, അതേപോലെ ആ ഒരു സ്പേസിലൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. അതേപോലെ ഇതിന് ഓവർ വാട്ടറിങ് വേണ്ട കേട്ടോ. വെള്ളം ഒരുപാട് വേണ്ടാത്തൊരു ചെടിയാണ്. നമ്മൾ ഇതിൻ്റെ ഈ 4 ഭാഗത്ത് മാത്രം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ള് ഇല മൊത്തം നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ ഇതിൻ്റെ ട്രൈ ആവുന്നത് നോക്കിയിട്ട് നമ്മൾ ഈ ചെടിക്ക് വെള്ളം കൊടുത്താൽ മതി. പിന്നെ മഴയും വെയിലും ഏൽക്കാതെ എവിടെയെങ്കിലും സംരക്ഷിക്കണം. ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ ചെടിയുടെ എവിടെയെങ്കിലും ഒരു അഴുകൽ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ചെടിയുടെ ലീഫ് റിമൂവ് ചെയ്തിട്ട് അവിടെ സാഫ് ചെറുതായിട്ട് പൊടി തൂവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അത് വെള്ളം ഒഴിക്കരുത്. 2-3 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ചെയ്യുമ്പം ചെടിക്ക് പിന്നെ ആ ഒരു അസുഖം മാറിക്കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫെലനോപ്സിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.